ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ആദ്യമായി നിഫ്റ്റി തന്നെ എന്താണ് കഴിഞ്ഞ ദിവസം നൽകിയ മൂവ്മെന്റ്, നമ്മുടെ ട്രേഡിംഗ് ചാൻസുകൾ എന്തൊക്കെ ആയിരുന്നു എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ട്രേഡിംഗ് ദിനം. വെള്ളിയാഴ്ച അവധിയായിരുന്നു, തുടർന്ന് ശനി ഞായറും, അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് നാളെ നമ്മുടെ മാർക്കറ്റ് ട്രേഡിംഗ് ദിനം ഓപ്പൺ ആവാൻ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ട്രേഡിംഗ് ദിനത്തിലും നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകളിലെ എല്ലാം പ്രൈസ് കൃത്യമായി ടെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ പോലും വ്യക്തിപരമായി രാവിലെ തന്നെ എനിക്ക് നേരിട്ട ചില തടസ്സങ്ങൾ അന്നത്തെ ദിവസം ഒരു ശരിയായ ട്രേഡിംഗ് നടത്താൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് മാർക്കറ്റ് ടെർമിനൽ നോക്കുന്നത് കൊണ്ട് എനിക്ക് ചെറിയ അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് വാട്സപ്പ് ചാനലിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് വ്യക്തിപരമായി എൻ്റെ ഒരു പിഴവായി പോയി. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം എന്തായിരുന്നു നമ്മളുടെ ട്രേഡിംഗ് ചാൻസുകൾ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ആദ്യത്തെ 5 മിനിറ്റിൽ ഒരു ഡോജി ക്യാൻഡിൽ തന്നെ പിന്നീട് പ്രൈസ് ഡൗൺവേർഡ് വരികയാണ് ചെയ്തത്. അങ്ങനെ വന്നതിന് ശേഷം വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നുവെങ്കിൽ PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ലോ എന്നതാണ് ഞാൻ സാധാരണയായി പറഞ്ഞു പോവാറ്. എന്നാൽ ഞാൻ അന്നേ ദിവസം ഇടയിൽ കയറി വന്ന് ഇത് കൃത്യമായും ഒരു സ്റ്റോപ്പ് ലോസ്, ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന നിലയ്ക്ക് നൽകിയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ട്രേഡ് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാം. അത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു പിഴവാണ്, സംഭവിക്കാൻ പാടുള്ളതല്ലായിരുന്നു. എന്നാൽ വീണ്ടും ഇതേ ഡയറക്ഷനോട്ട് പ്രൈസ് മൂവ് ചെയ്യാൻ പോവുകയാണെന്ന് കൺഫർമേഷൻ ഉണ്ടായിട്ടും എനിക്ക് ഇവിടെ ഒരു ട്രേഡ് പൊസിഷൻ നൽകാൻ വാട്സപ്പ് ചാനലിൽ കഴിഞ്ഞില്ല. കാരണം അത് എനിക്ക് നേരിട്ടുകൊണ്ടിരുന്ന ചില വ്യക്തിപരമായ തടസ്സങ്ങൾ മാത്രമായിരുന്നു. സോറി. എന്നാൽ തുടർന്ന് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മോഡിൽ തന്നെ മൂവ് ചെയ്യുമ്പോഴും അന്ന് സെല്ലേഴ്സിന്റെ ഡേ ആണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാനലിൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു സമയത്ത് നമ്മൾക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ലഭിച്ചാലോ എന്ന സാധ്യതയിൽ ഞാൻ കൃത്യമായും ഈ ഏരിയയിൽ ഒരു ബൈയിങ് ചാൻസ്, ഒരു ബൈയിങ് ലെവൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഈ ഏരിയയിൽ കൃത്യമായും ഒരു ബൈയിങ് എൻ്റെ 0 എക്സ്പെക്ടേഷൻ ആണെന്ന് പറഞ്ഞ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് പ്രോഫിറ്റ് തന്നു എങ്കിലും അതുവരെ നൽകിയ ഉയരത്തിന് മുകളിൽ, ഡേയ്സ് ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവാതെ വന്നതുകൊണ്ട് തുടർന്നുള്ള അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് സംഭവിച്ച പിഴവ്. തുടർന്ന് വന്ന് അതേ ഡയറക്ഷനിൽ വന്ന് വീണ്ടും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് പ്രൈസ് മൂവ് ചെയ്യുന്നതാണ് കണ്ടത്. ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു, ചാനലിലുള്ളവർ, ഞാൻ എൻ്റെ വ്യൂ മാത്രമാണ് ആ ടൈമിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ വ്യക്തമായ ഒരു ട്രേഡിംഗ് പൊസിഷൻ ചെറിയ ടൈം ഫ്രെയിമുകളിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് എൻ്റർ ആവുക. സ്റ്റോപ്പ് ലോസ് ലെവൽ എന്തായിരുന്നാലും കൃത്യമായി പാലിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ഒരു വ്യൂ മാത്രമാണ് ഞാൻ അവിടെ ഷെയർ ചെയ്തു പോകുന്നത്. ഞാൻ ആ ട്രേഡ് എടുത്തേക്കാം, ഞാൻ എടുക്കാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ ട്രേഡ് തന്നെയാണ് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ കൃത്യമായും ആ ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ മാത്രമേ ഞാൻ ആ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് എൻ്റർ ആവാറുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ട്രേഡ് ചെയ്യുന്ന വിധം എങ്ങനെയാണ് എന്ന് കൺവിൻസ് ആകാൻ വേണ്ടിയാണ് ഞാൻ അത്തരത്തിൽ എൻ്റെ ലെവലുകൾ പോസ്റ്റ് ചെയ്യുന്നത്. തൃപ്തികരമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ അനലൈസേഷനിൽ അങ്ങനെ ഒരു ഫീലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ മാത്രം ട്രേഡിൽ എൻ്റർ ആകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഒരു വ്യക്തി എന്ന നിലവാരത്തിൽ പരിമിതികൾ ഉണ്ട് ഫുൾ ടൈം അറ്റൻഡ് ചെയ്യാൻ എന്നതാണ് ഇതിന് വരുന്ന ഒരു പിഴവ്. ഓക്കെ, എന്തായിരുന്നാലും നാളെ നമ്മൾക്ക് ലഭിച്ചേക്കാവുന്ന പ്രധാന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ലാസ്റ്റ് ട്രേഡിംഗ് ദിനത്തിൽ പ്രൈസ് നൽകിയ മൂവ്മെന്റ് പാറ്റേണുകളെ കണക്കാക്കിക്കൊണ്ട് അടുത്ത ട്രേഡിംഗ് ദിനത്തിലേക്ക് നമുക്ക് ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഇനത്തിൽ ഞാൻ കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 22,526 എന്ന ലെവൽ തന്നെയാണ് ആദ്യമായി നമുക്ക് ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് സോൺ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോൺ എന്നത് അന്ന് തന്നെ രേഖപ്പെടുത്തിയ 22,428 എന്ന ലെവൽ തന്നെയാണ്.
അത് രണ്ടും ഞാനിവിടെ തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ഒരു പ്രൈമറി ആയിട്ട് ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണുകളും റെസിസ്റ്റൻസ് സോണുകളും എന്ന നിലയ്ക്ക് 22,456, 22,517 എന്ന ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കാവുന്ന സാധ്യതയുള്ള ദിവസമാണ് ഇന്ന് പ്രൈസിന്റെ മൂവ്മെന്റിനെ കണക്കാക്കിക്കൊണ്ട്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഈ ഏരിയയിൽ നിന്നും ഒക്കെയായി ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നമുക്ക് നൽകുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ സ്ട്രിക്റ്റ് ആയി ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യണം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ റെസിസ്റ്റന്റ് സോൺ ആണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും ഈ ഏരിയയിൽ നിന്നും അതുവരെ നൽകിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ സിഇ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത്, കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷനോട്ട് പ്രൈസ് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ലഭിച്ചേക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് 22,569, 22,585 എന്ന ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാനാണ് താല്പര്യപ്പെടുക. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാമെന്ന് കരുതുന്ന ടാർഗറ്റ് ആദ്യത്തെ സപ്പോർട്ട് സോൺ 22,428, 22,397 എന്നിങ്ങനെ ഇവിടെ ചേർത്തിട്ടുള്ള ലെവലുകളാണ് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു പ്രൈസ് പ്രോഫിറ്റ് ബുക്കിംഗ് പോലെ ഒരു ഡിക്ലൈൻ ആണ് നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന സപ്പോർട്ട് സോൺ ഈ ഏരിയകളാണ്. എങ്കിലും നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയാൽ പോലും അത്ര പെട്ടെന്ന് ഒരു വിൽപ്പന വരാൻ സാധ്യതയില്ല എന്ന പ്രതീക്ഷയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ വന്നതിന് ശേഷം ഒരു അപ്വേർഡ് മൂവ്മെന്റ് നൽകുന്ന ടൈം വരെ വെയിറ്റ് ചെയ്ത് പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ നൽകുന്ന ഒരു കൺവിക്ഷൻ ലഭിക്കുന്നവരെ വെയിറ്റ് ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ, കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാനായിരിക്കും ഞാൻ ആദ്യമായി ശ്രമിക്കുക. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്തതായി ബാങ്ക് നിഫ്റ്റി എന്തായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയ ഓപ്പർച്യൂണിറ്റികൾ എന്ന് പരിശോധിക്കാം. ലാസ്റ്റ് ട്രേഡിംഗ് ദിനമായ വ്യാഴാഴ്ച ബാങ്ക് നിഫ്റ്റി ആകെ നൽകിയത് 324 പോയിന്റ് എന്ന് പറയുന്ന ഒരു ശുഷ്കമായ പോയിന്റ് ലെവൽ മാത്രമാണ് ആകെ ദിവസത്തിൽ നൽകിയത്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് ഈ ലെവലിലായിരുന്നു. അതിനുശേഷം ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ കൺഫ്യൂഷൻ, ഒരു ഡോജി ക്യാൻഡിൽ, അതിനുശേഷം ഡിക്ലൈൻ ആണ് രേഖപ്പെടുത്തിയത്. വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെന്ന് കണ്ടപ്പോൾ അതുവരെ നൽകിയ ഉയരം സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുന്നു. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ലോയാണ്. തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോണിലോട്ട് പ്രൈസ് വളരെ അനുസരണയോടെ എത്തിയിട്ടുണ്ട്. വീണ്ടും നൽകിയ ഉയരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകിയെങ്കിലും ഈ ലെവലിന് മുകളിൽ കിടക്കാൻ കഴിയാതെ ഇവിടെ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് തന്നെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് തീർച്ചയായും നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അന്ന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയോ നല്ല ഒരു ഡയറക്ഷനിലോട്ട് മൂവ്മെന്റ് തന്നതേയില്ല. ആക്ച്വലി ഒരു കൺസോൾട്ടേഷൻ മൂഡിലായിരുന്നു പ്രൈസ് മൂവ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടെയും നോക്കൂ, കഴിഞ്ഞ ദിവസവും കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഇടങ്ങളിൽ മാത്രമാണ് പ്രൈസ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസത്തെ മൂവ്മെന്റിനെ അപേക്ഷിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾക്ക് ലഭിച്ചേക്കാവുന്ന പ്രൈമറി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയകൾ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ 46,933 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന പ്രധാന ഒരു സപ്പോർട്ട് ഏരിയയായി കണക്കാക്കുന്നത്.
അതിനു മുകളിൽ 47,575 എന്ന ലൈറ്റായി ഈ ലൈൻ ടെസ്റ്റ് ചെയ്ത് ഇതിന്റെ ഇവിടെ നിന്നും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അപ്വേർഡ് ഡയറക്ഷനിലോ ഡൗൺവേർഡ് ഡയറക്ഷനിലോ മൂവ് ചെയ്യാൻ എന്താണോ മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങോട്ടാണോ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഏരിയയിലോട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ആദ്യമായി ലഭിച്ചേക്കാവുന്ന പ്രധാന റെസിസ്റ്റന്റ് സോണായി ഞാൻ കണക്കാക്കുന്നത് ഈ ലെവലാണ് 48,013 എന്ന ലെവൽ. എന്നാൽ ഈ ഏരിയ 47,880 എന്ന ലെവലും ഒരു റെസിസ്റ്റന്റ് ലൈറ്റ് റെസിസ്റ്റൻസ് ഏരിയ ആയി തന്നെയാണ് കാണുന്നത്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും 48,013 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ് 47,575, 46,931 എന്നീ ലെവലാണ്. ഇതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന ഒരു അവസ്ഥ വന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്വേർഡ് മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അവിടുന്ന് ഒരു റിവേഴ്സ് ഡയറക്ഷൻ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും എന്ന് കരുതുന്നു. 47,249, 47,080, 46,931 എന്നിങ്ങനെയുള്ള ലെവലുകൾ. എന്നാൽ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഈ ലെവലിൽ എവിടെയെങ്കിലും നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ 47,437 എന്ന ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് 48,000 തന്നെയാണ്. 48,013 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ തന്നെ വാങ്ങി അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ലഭിക്കേണ്ടുന്ന പിന്നീടുള്ള ടാർഗറ്റ് പ്രധാനമായ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 48,183 എന്ന ലെവലാണ്. അതിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് ലഭിച്ചേക്കാവുന്ന ഏരിയകളാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. അവ 48,313, 48,413, 48,478, 48,652 എന്നിവയെല്ലാം റെസിസ്റ്റൻസ് സോണുകൾ തന്നെയായാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അടുത്തതായി നമുക്ക് സെൻസെക്സിൽ എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു നമ്മൾക്ക് നൽകിയ ട്രേഡിംഗ് സാധ്യതകൾ എന്ന് പരിശോധിക്കാം. 324 പോയിന്റിന്റെ മാത്രം മൂവ്മെന്റ് നൽകിയ സെൻസസും അന്നേ ദിവസം മറ്റ് ഇൻഡെക്സുകൾ പോലെ തന്നെ ഒരു കൺസോളിഡേഷൻ മൂഡിൽ തന്നെയായിരുന്നു. ഈ ലെവലിലായിരുന്നു സെൻസെക്സ് ഓപ്പൺ ചെയ്തത്. മറ്റ് ഇൻഡെക്സുകൾ പോലെ തന്നെ ആദ്യത്തെ 5 മിനിറ്റിൽ നൽകിയ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലാണ്, കൺഫ്യൂഷൻ. എന്നാൽ അവിടെ നിന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ച പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നതെന്ന് ഫീൽ ചെയ്യുമ്പോൾ അവിടെ നിന്നും ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ലോ പ്രധാന ടാർഗറ്റായി നിലനിന്നു. എന്നാൽ നമുക്ക് കാണാം കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയ സപ്പോർട്ട് സോണിൽ പ്രൈസ് വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ എടുത്തു. എന്നാൽ തുടർന്നുള്ള സമയങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ, സ്ട്രോങ് കൺസോൾട്ടേഷൻ ആണ് ലഭിച്ചത്. കാര്യമായ എങ്ങോട്ടും ഒരു മൂവ്മെന്റ് തന്നില്ല. കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകളെ മൈൻഡ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് അന്ന് മൂവ് ചെയ്തിരുന്നത്. കാര്യമായ ട്രേഡിംഗ് ഒക്കേഷൻസ് ആർക്കും തന്നെ ഒരു ആദ്യത്തെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത്. എന്നാലും ഈ ഏരിയയിൽ നിന്നും കൃത്യമായി പ്ലാൻ ചെയ്ത് സ്ട്രിക്റ്റായി വാച്ച് ചെയ്തവർക്ക് ചിലപ്പോൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ലഭിച്ചിട്ടുണ്ടാവാം, ഈ ഏരിയയിൽ ഒരു ബൈയിങ് ഡയറക്ഷൻ ലഭിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ദിനത്തിൽ നൽകിയ പ്രൈസ് മൂവ്മെന്റ് ലെവലുകളെ കണക്കാക്കിക്കൊണ്ട് അടുത്ത ട്രേഡിംഗ് ദിനത്തിലേക്ക് നമുക്ക് പ്രധാന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ആയി മാറാൻ സാധ്യതയുള്ളത് എവിടെയെല്ലാമാണെന്ന് പരിശോധിച്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അടുത്ത ട്രേഡിംഗ് ദിനത്തിലേക്ക് വേണ്ടി പ്രധാന സപ്പോർട്ട് സോണായി ഞാൻ കണക്കാക്കുന്നത് 73,919 എന്ന ലെവലാണ്. അതുപോലെ തന്നെ പ്രധാന ആദ്യത്തെ റെസിസ്റ്റൻസ് സോൺ എന്ന നിലവാരത്തിൽ കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരം 74,249 എന്ന ലെവൽ തന്നെയാണ്.
അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യണമെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ ഈ ലെവൽ പ്രധാനമായ സ്റ്റോപ്പ് ലോസ് പോയിന്റായി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 74,249.50 എന്ന് പറയുന്ന ഈ ലെവൽ തന്നെയാണ്. ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്ന പക്ഷം കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവലുകൾ അതുവരെ നൽകിയ ഡേയ്സ് ഹൈക്ക് ശേഷം 74,361, 74,436 എന്നീ ലെവലുകളാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഡേയ്സ് ഹൈ ഓർ പ്രധാനമായും 74,249 എന്ന് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരം തന്നെയായിരിക്കും ഞാൻ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവലുകൾ സപ്പോർട്ട് സോണുകളായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 73,919, 73,799, 73,564 എന്നീ ലെവലുകളായിരിക്കും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാൻ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സ് അത് ഏതായിരുന്നാലും അതിൻ്റെ എൻ്റെ ട്രേഡിംഗ് ലെവലുകൾ നമ്മളുടെ വാട്സപ്പ് ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട്. അത് നോക്കി നിങ്ങൾക്കും കൺവിക്ഷൻ കിട്ടുന്ന പക്ഷം നിങ്ങളുടെ ഒരു അനലൈസേഷന് ശേഷം നിങ്ങൾക്കും അതേ ട്രേഡ് ഒരു പോസിബിൾ ആണ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം അതേ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എൻ്റെ ട്രേഡിംഗ് പൊസിഷനുകൾ ഷെയർ ചെയ്ത് കിട്ടണം എന്ന് താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ചേർക്കുന്നുണ്ട്. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കരുതുന്നു. ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു.